ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാഷ്മലോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാഷ്മലോസ് ഞാൻ കുറേ മുമ്പ് തന്നെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും അതിനു മുന്നേയും ഞാൻ മാഷ്മലോസ് മുമ്പ് തന്നെ കുറേ വർഷം മുമ്പ് തന്നെ ഉണ്ടാക്കാറുള്ളൊരു സംഭവമാണ് ഈ ഒരു മാഷ്മലോസ്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ നമ്മുടെ മാസ്റ്റർ പീസ് അവരുടെ ചാനലിൽ കണ്ടപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ഈ ഒരു രീതിയിൽ അവർ അത്രയും വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൗതുകം തോന്നി. അപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്ത റെസിപ്പി തന്നെയാണ്. അതിൽ ക്വാണ്ടിറ്റി നേരെ പകുതിയാണ്, അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഞാൻ മുമ്പ് ചെയ്തതിൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ ജലാറ്റീൻ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 1/4 കപ്പാണ്. മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ അതും മെഷർമെൻറ്റ് ടേബിൾ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലോട്ട് വേണ്ടത് 1/2 കപ്പ് വെള്ളം ചേർക്കുക. സാധാരണ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കുക, ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് മെൽട്ടായിട്ട് കിട്ടും. അല്ലെങ്കിൽ കോൾഡ് വെള്ളം ചേർക്കുമ്പോൾ നല്ലോണം കുതിർന്ന് കിട്ടും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുതിർന്ന് ചെറുതായിട്ട് മെൽട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് 3 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു അളവിന് 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരെ പകുതി വെള്ളം, നമ്മൾ എത്ര പഞ്ചസാര എടുക്കുന്നു അതിൻ്റെ നേരെ പകുതി, അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് പഞ്ചസാരയൊക്കെ നല്ല മെൽട്ടായിട്ട് ചെറുതായിട്ട് ഒരു നൂൽ പരുവമാകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ജലറ്റിൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിന്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഒരു നൂൽ പരുവമാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ലക്ഷ്മി നായരുടെ ഒരു TV പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇങ്ങനെ മാഷ്മലോസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അവർ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ആയിരുന്നു അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഒരു നൂൽ പരുവം ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നൂൽ പരുവം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്കറിയാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ അവരിങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി നായരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നു, അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റേതായ രീതിയിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊക്കെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ട് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് എടുത്ത സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു മാഷ്മലോസ്. അപ്പം എൻ്റെ മക്കൾക്കും അതുപോലെ എൻ്റെ അനിയത്തിൻ്റെ മോൻക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു നൂൽ പരുവം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ചെറുതായിട്ട് ചൂടാറിയാൽ മതി കേട്ടോ, നല്ലോണം കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, എന്നിട്ട് ഫാസ്റ്റാക്കി കൊടുത്താൽ മതി. ഒരു 7 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓൾമോസ്റ്റ് 7 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുക. ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ബാറ്ററൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. പതഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു വെള്ളം പോലെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നീട് ഫാസ്റ്റാക്കി കൊടുത്താൽ മതി.
അപ്പോൾ ഇത് ബീറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ മുട്ട ബീറ്റ് ചെയ്താലൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ ഇല്ലേ, അപ്പത്തിൻ്റെ ഇഡലിയുടെ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നും. അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നിങ്ങൾക്ക് കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ വനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് എന്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അതിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള മോൾഡിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ട്രേയിലൊക്കെ വേണമെങ്കിൽ നല്ല വലിയ ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുഡിങ്ങൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പകുതി ആണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ വേറൊരു ഇതുപോലുള്ള മോൾഡിലോട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പകുതി കുറച്ച് കളർ ചേർത്തിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഇനി ഞാൻ കുറച്ച് കളറ് ചേർത്തിട്ട് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കളറ് ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനലാണ് കേട്ടോ. കളറ് ചേർക്കണമെന്നില്ല. വേണമെങ്കിൽ കളർ ചേർത്തിട്ട് നമുക്ക് ഏത് കളറാണോ ആ ഒരു കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു മോൾഡിലോട്ട് കുറച്ച് കോൺഫ്ലവർ തൂക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും കോൺഫ്ലവർ തൂക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കോൺഫ്ലവറിൻ്റെ ആ ഒരു സഹായത്തോട് കൂടിയിട്ട് തൂക്കി കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാനൊന്നും പറ്റൂല. ഇങ്ങനെ കയ്യിലിങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന പരുവം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോൺഫ്ലവർ സ്പ്രെഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ ഒഴിച്ച് വെച്ച ആ ഒരു മോൾഡിലോട്ട് തന്നെ മുകളിൽ ഈ ഒരു കളറ് ചേർത്തത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതൊരു ഇപ്പോൾ രാത്രി വെച്ചാൽ നമ്മൾ രാവിലെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു 7-8 മണിക്കൂറൊക്കെ ഇത് മാറ്റി വെക്കുക. ഓക്കെ. കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു 24 മണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ എന്തായാലും മാറ്റി വെക്കാം. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് 8 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ 24 മണിക്കൂറൊക്കെ മാറ്റി വെക്കുക. 24 മണിക്കൂർ മാറ്റി വെച്ചാൽ എന്തായാലും കയ്യിൽ കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളത് കോൺഫ്ലവർ തൂക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കോൺഫ്ലവർ തൂക്കി കൊടുക്കുക. പിന്നെ ഞാനിത് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്, വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. ഞാനൊക്കെ അധികം ചെയ്യാറുള്ളത് നല്ല പരന്ന ട്രേ, പുഡിംഗ് ട്രേ ഒക്കെ ഇല്ലേ, അതിലാണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. എന്നിട്ട് നമ്മൾ പുഡിംഗ് പീസൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ചെയ്താൽ മതി. ഡീമോൾഡ് ചെയ്തെടുക്കണമെന്നില്ല. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വലിയ പീസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ടൊരു ഇത്തിരി പാടാണ്. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും കോൺഫ്ലവറൊക്കെ തൂകിയിട്ട്. നമ്മുടെ ഈ ഒരു നൈഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോൺഫ്ലവറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്തൊക്കെ കോൺഫ്ലവറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മാഷ്മലൂസിൻ്റെ കാര്യങ്ങൾ. അതങ്ങനെ തന്നെയാണ് നമ്മളെങ്ങനെ ചെയ്താലും കോൺഫ്ലവർ തൂക്കിയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതും. അതുപോലെ കട്ട് ചെയ്ത പീസിലും നമ്മൾ കോൺഫ്ലവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ കോൺഫ്ലവർ തൂക്കി കൊടുത്തിട്ടാണ് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റൂല. നമ്മൾ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റൂല. ഇത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പുഡിംഗ് ട്രേയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പക്ഷെ അതിൽ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, ചാനൽ തുടങ്ങിയ സമയത്ത് ചെയ്തത്. പിന്നെ എനിക്കത് ഞാൻ പറഞ്ഞ പോലെ മാസ്റ്റർ പീസിൻ്റെ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്കങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മെല്ലെ മെല്ലെ സൈഡൊക്കെ ഒന്ന് കോൺഫ്ലവറൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ.
അപ്പോൾ ഞാനിത് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുവിധം നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കുറച്ച് കോൺഫ്ലവറൊക്കെ തൂക്കി കൊടുക്കുക, മുകളിലും അതുപോലെ സൈഡിലോട്ടൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കോൺഫ്ലവർ തൂക്കി കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്തൊക്കെ കോൺഫ്ലവർ തൂക്കി കൊടുക്കുക. അതുപോലെ എത്ര ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ കോൺഫ്ലവർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കൊട്ടും തൊടാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട്, എന്താ ഒരു വെയ്റ്റ്ലെസ് ആയിട്ട്, ഒരു റബ്ബർ പോലെയോ എന്താ, ഇതിൻ്റെ ഒരു ടെക്സ്ചർ വേറെ തന്നെയാണ് കേട്ടോ. ഒരു വെയ്റ്റ്ലെസ്, ഒരു റബ്ബർ പോലുള്ളൊരു സംഭവമാണ് ഈ ഒരു മാഷ്മലൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അതുപോലെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മാഷ്മലൂസിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതൊക്കെ കുറേ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോഴും കോൺഫ്ലവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്